ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി പുറത്തേക്ക് എത്തിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. 26-ന് തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിലെത്തും. 27-നാണ് മണ്ഡലപൂജ. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. എവിടെയെല്ലാമാണ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുക? ഇപ്പോൾ നിലവിൽ എവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നു തങ്കയങ്കി ഘോഷയാത്ര? വിവരങ്ങൾ. രോഹിണി, രാവിലെ 7 മണിക്ക് തന്നെ തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ഇന്നിപ്പോൾ 8ഓളം കേന്ദ്രങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ സ്വീകരണം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ കോഴഞ്ചേരി നഗരത്തിലെത്തിയിരിക്കുകയാണ്. കോഴഞ്ചേരി ടൗണിലെ സ്വീകരണം കഴിഞ്ഞ് രഥം തങ്കയങ്കി ഘോഷയാത്ര നമുക്ക് പിറകിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഘോഷയാത്ര വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്ത കോഴഞ്ചേരി മുരുക ക്ഷേത്രത്തിൻ്റെ കാണിക്ക മണ്ഡപത്തിലാണ് അടുത്ത സ്വീകരണമുള്ളത്. ഇന്നിപ്പോൾ 29ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഇന്നത്തെ ദിവസം ഈ ഘോഷയാത്രയ്ക്ക് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഉണ്ടാകും. അതിനുശേഷം ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ പ്രയാണം അവസാനിക്കുന്നുണ്ടാവുക. വലിയ നിറഞ്ഞ ഭക്തജന സഞ്ചയത്തിൽ തന്നെയാണ് ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നത്. രാവിലെ 5 മണി മുതൽ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഈ തങ്കയങ്കി തീർത്ഥാടകർ ഭക്തർക്ക് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണി വരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തന്നെ തങ്കയങ്കി ഉണ്ടായിരുന്നു. അതിനുശേഷം 7 മണിക്കാണ് ഈ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ രഥത്തിൽ തങ്കയങ്കി കയറ്റി തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. 3 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് തങ്കയങ്കി ഘോഷയാത്ര ഉള്ളത്. ശബരിമലയിൽ 26-ാം തീയതി ഉച്ചയോട് കൂടിയിട്ടാണ് തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുന്നുണ്ടാവുക. ഇപ്പോൾ ഓമല്ലൂരിൽ അവസാനിക്കുന്ന കോന്നിയിലായിരിക്കും സമാപിക്കുന്നുണ്ടാവുക. കോന്നിയിൽ നിന്ന് മറ്റന്നാൾ വീണ്ടും തുടർന്ന് യാത്ര ആരംഭിച്ച് 26-ാം തീയതി പെരുന്നാട് എത്തിച്ചേരും. പെരുന്നാട് നിന്നും 26-ാം തീയതി രാവിലെ വീണ്ടും തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷം ലാഹ, സത്രം, പെരുന്നാട് അടക്കമുള്ള സ്ഥലങ്ങൾ കടന്ന് പമ്പയിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എത്തിച്ചേരും. അതിനുശേഷം ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് തങ്കയങ്കി തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നീട് ശബരിമലയിൽ എത്തിയതിനു ശേഷം അന്ന് വൈകിട്ട് 26-ന് വൈകിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ടായിരിക്കും ദീപാരാധനാ ചടങ്ങുകളൊക്കെ 26-ന് നടക്കുന്നുണ്ടാവുക. 27-ന് നടക്കുന്ന മണ്ഡലപൂജ ചടങ്ങുകൾക്കും അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. എന്തായാലും തീർത്തും ഭക്തിസാന്ദ്രമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിൽ ഓരോ ഭാഗത്തും തീർത്ഥാടകരുടെ വലിയ തിരക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ കാണിക്കർപ്പിച്ചും പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടും ഈ ഘോഷയാത്രയെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സായുധ സേനാനികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഒപ്പം ഈ യാത്ര വനമേഖലകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ വനം വകുപ്പിൻ്റെ അടക്കം കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടനുബന്ധമായിട്ട് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചടങ്ങുകളും ദേവസ്വം ബോർഡിൻ്റെ അധികൃതരും ഒപ്പം ഭക്തജനങ്ങളും ഈ യാത്രയെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. തീർത്തും ഭക്തിനിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി ഗോകുൽ, ഇന്ന് രാവിലെ 7 മണിക്ക് പ്രത്യേകമായി അലങ്കരിച്ച രഥത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത്. പത്തനംതിട്ടയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങും. ഇന്ന് രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തി വിശ്രമിക്കും. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.